സമൂഹത്തിൽ മനുഷ്യരേക്കാൾ കൂടുതൽ മതങ്ങളാണെന്ന് കൂടുതൽ മനസ്സിലായത് തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണെന്ന് പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ആലങ്കോട് കാവ്യാലയം കൂട്ടായ്മയുടെ 1ാം വാർഷികത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ സർഗദേശം പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റൊന്ന്, മനുഷ്യരെ മനുഷ്യരാക്കാൻ സാധിക്കും. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. 59 വർഷം മുമ്പ് വയലാർ രാമവർമ്മ ഒരു സിനിമ പാട്ടിൽ എഴുതിയ വരികളാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായി. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോഴാണ് രമേട്ടൻ എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാർ കുറവാണ്. അവിടെ വോട്ട് ചോദിക്കാൻ പോകുന്ന ആൾക്കാർ പറയുന്നത് സഭയിൽ കാരണം, അച്ഛന്മാരെ കാണണം, ക്രിസ്ത്യാനികൾ കാണണം. ക്രിസ്ത്യാനികളുടെ വോട്ട് വളരെ കൂടുതലാണ് ഇവിടെ. NSSന്റെ പ്രസിഡന്റിനെ കാണാൻ നായന്മാർക്ക് 15% വോട്ടുണ്ട്. മറ്റേ പള്ളിയിൽ പോകണം, മുസ്ലിങ്ങൾക്ക് 20% വോട്ടുണ്ട്. ഇവിടെ കുംഭകാരന്മാരുടെ കോളനി ഉണ്ട്. കുംഭകാരന്മാർക്ക് ഈ നിയോജക മണ്ഡലത്തിൽ 300 വോട്ടുണ്ട്. അപ്പുറത്ത് ഹരിജനങ്ങളുടെ കോളനിയാണ്. ഇങ്ങനെ എന്നോട് മനുഷ്യരോട് വോട്ട് ചോദിക്കാൻ ആരും പറഞ്ഞില്ല. ഹിന്ദുക്കളോട്, ക്രിസ്ത്യാനികളോട്, മുസ്ലിങ്ങളോട്, നായന്മാരോട്, ഈഴവരോട്, പല ജാതിക്കാരോട്. ഇത് ഞാൻ തമാശ പറഞ്ഞതല്ല. മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ജാതിയും മതവും ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിലും ശക്തമായി തിരിച്ചു വരികയാണ്. ഇപ്പൊ ഗുരുദേവൻ ചെയ്തത് കൊണ്ട് മാത്രം, ഗുരുദേവൻ കൊണ്ടൊരു കഥയുണ്ട്. AK രാമാനുജൻ തിരഞ്ഞെടുത്ത ഇന്ത്യൻ നാടോടി കഥകളിൽ ആമുഖമായിട്ടൊരു കഥ പറയുന്നുണ്ട്. ഒരു മഹാപണക്കാരനായ പണ്ഡിതനായ ഒരാൾ ധാരാളം കഥകൾ അറിയുന്ന ആളായിരുന്നു. പക്ഷെ ഒരിക്കലും അയാളുടെ ഭാര്യയോട് പോലും ആ കഥകളൊന്നും പറയാറില്ല. അയാൾക്ക് വയസ്സായി. ഒരു ദിവസം അയാൾ കിടന്നുറങ്ങുമ്പോൾ അയാൾക്കുള്ളിലെ കഥകൾ തമ്മിൽ പറഞ്ഞു. ഈ വയസ്സനായ പണ്ഡിതൻ എത്രയോ വർഷങ്ങളായി നമ്മളെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. ഇയാൾ ഈ കഥയൊന്നും പുറത്തേക്ക് വിടാൻ ഒരു സാധ്യതയില്ല. നമുക്ക് ഇയാളുടെ മരണത്തോടുകൂടി ഇല്ലാതാവേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ പിളർന്ന് പുറത്തേക്ക് ചാടാം. അങ്ങനെ കഥകളൊക്കെ കൂടി ഇയാളെ പിളർന്ന് പുറത്തേക്ക് ചാടുകയും അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കും, അല്ലേ? ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മനോരോഗം വരും, അല്ലെങ്കിൽ പ്രഷർ കൂടി പ്രശ്നം ഉണ്ടാവും, ആൻറ്റി ഡിപ്രസൻറ്റ് ഗുളികകൾ കഴിക്കേണ്ടി വരും. അതേസമയം ഒരു കവിതയിലേക്ക് അത് ഇറക്കി വെച്ചാൽ, ഒരു കഥയിലേക്ക് ഇറക്കി വെച്ചാൽ, ഒരു ലേഖനത്തിലേക്ക് ഇറക്കി വെച്ചാൽ മനസ്സമാധാനമായി. അതുകൊണ്ടാണ് ഈ എഴുത്തുകാർ, സാധാരണഗതിയിൽ എഴുത്തുകാർ ആത്മഹത്യ ചെയ്യാറില്ല. പക്ഷേ രാജലക്ഷ്മിയും ഇടപ്പള്ളിയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപൂർവമായിട്ടെങ്കിലും. പക്ഷെ സാധാരണ ഞങ്ങളെപ്പോലുള്ള ആൾക്കൊന്നും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. അതിനെക്കുറിച്ചൊരു മനോഹരമായ കവിത എഴുതിയിട്ടുള്ള ഒരാൾ VK ശ്രീരാമേട്ടനാണ്. ശ്രീരാമേട്ടൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല. ശ്രീരാമേട്ടൻ്റെ കവിതയിൽ ഒരു വരിയുണ്ട്: മരക്കൊമ്പത്ത് ഊഞ്ഞാൽ കെട്ടാൻ അറിയാത്തവരാണ് ഫാനിൻ്റെ മുകളിൽ തൂങ്ങി മരിക്കുന്നത്. അല്ലേ? സീലിംഗ് ഫാൻ നിങ്ങളെ കവിത തന്നെയല്ലേ? ഇവർക്ക് ഓർമ്മയൊന്നുമില്ല. മരക്കൊമ്പത്ത് ഊഞ്ഞാൽ കെട്ടാൻ അറിയാത്തവരാണ് സീലിംഗ് ഫാനിന് മുകളിൽ ആത്മഹത്യ ചെയ്യുന്നത്. അതാണ് ഈ ആപ്തവാക്യം എന്നൊക്കെ പറയുന്നത്. ഇതും ആത്മഹത്യ ചെയ്യാൻ പോണവർക്ക് കേൾപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ 32 പേരും എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്, ആത്മഹത്യ ചെയ്യില്ല, നിങ്ങൾ കൊലപാതകികളാവില്ല, നിങ്ങൾക്ക് മനോരോഗം വരാൻ സാധ്യതയില്ല, ആൻറ്റി ഡിപ്രസൻറ്റ് ഗുളികകൾ കഴിക്കേണ്ടി വരികയില്ല. ഇതാണ് പ്രാഥമികമായ ഗുണം. മറ്റൊന്ന്, ഇത് വായിച്ചാൽ സമാന മനസ്കർക്ക് ഇതേ ഗുണമുണ്ടാവും. MT വാസുദേവൻ നായരെ വായിച്ചിട്ട് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞ ഒരാളെ എനിക്ക് നേരിട്ടറിയും. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ആലങ്കോട് പഞ്ചായത്തിലെ 32 എഴുത്തുകാരുടെ കഥകളും കവിതകളും അടങ്ങിയ സർഗദേശം എടപ്പാൾ C സുബ്രഹ്മണ്യൻ ഏറ്റുവാങ്ങി. ആടാട്ട് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ആസിയ ഇബ്രാഹിം, ബിൻസി ജയൻ, KT സിന്ധു, P നൂർജഹാൻ, രതീഷ് ആലങ്കോട്, AM ഫാറൂഖ് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായുള്ള കവിതാരചനാ ശില്പശാലയും പ്രിയദർശൻ നിനവ് അവതരിപ്പിച്ച സംഗീത സന്ധ്യയും അരങ്ങേറി. റിപ്പോർട്ടർ മീഡിയ സ്കാൻ.